ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഹോൾ വീഡിയോ ആണ്. അതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നൈക്ക ഹോൾ വീഡിയോ ആണ്. ആൻഡ് ഒരു ഡിസ്ക്ലെയിമർ, മഴ പെയ്തുകൊണ്ടിരിക്കണേണ്, എനിക്ക് ഇന്ന് തന്നെ വീഡിയോ എടുക്കണം. സോ അതിൻ്റെ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, പ്ലീസ് ടു ഇഗ്നോർ ദാറ്റ്. ആൻഡ് ഈ ഒരു ഹോൾ വീഡിയോ എടുക്കാനായിട്ട് ഐ എം വെയിറ്റിംഗ് സോ ലോങ്. ഈ ലാസ്റ്റ് ഡിസംബർ നൈക്കയിൽ ഒരു സെയിൽ ഉണ്ടായിരുന്നില്ലേ, പിങ്ക് സെയിൽ, അതിന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയതായിട്ട് ട്രൈ ചെയ്യാനായിട്ടും പിന്നെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു വീക്കിൽ തന്നെ എനിക്ക് പ്രോഡക്റ്റ്സ് ഡെലിവർ ആവും. സോ ഐ ക്യാൻ ഡു ദ ഹോൾ വീഡിയോ ഏർലി ആസ് പോസിബിൾ ബിഫോർ ദ സെയിൽ ഈസ് ഗോണ എൻഡ്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ട് ഐ റിസീവ് ദിസ് പാക്കേജ് ഏർലിയർ. എനിക്കിതൊരു 3 to 4 days ഈ വലിയ പെട്ടി എനിക്ക് കിട്ടി. ഈ ചെറിയ പെട്ടി കിട്ടാനായിട്ട് ഒരു 1 week ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഞാൻ ഇതും കൂടി വന്നിട്ട് ഹോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. ഈ പെട്ടി കിട്ടിയപ്പോഴാണെങ്കിൽ എനിക്ക് ക്യാറ്റ് എക്സാം തുടങ്ങി. അപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത്രയും ലേറ്റായി. ഇതൊരു 3 weeks ആയി എൻ്റെ കയ്യിലിരിക്കുന്നു. എനിക്കിത് തുറന്നു നോക്കാണ്ട് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ തുറന്നു നോക്കി എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉള്ളതെന്നൊക്കെ നോക്കിയായിരുന്നു. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഉള്ളതെന്ന്. എന്നാൽ എനിക്ക് ഇന്നലെയാണ് ക്യാറ്റ് എക്സാം കഴിഞ്ഞത്. അപ്പം ഇന്ന് ഞാൻ ഇരിക്കുകയാണ് വീഡിയോ എടുക്കാനായി. ഒരു വലിയ ഇൻട്രോ ആയിരുന്നു അല്ലേ, ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. അപ്പം നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ് ചെറിയ പെട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു 3 പ്രോഡക്റ്റ് വരാനായിട്ടാണ് എനിക്ക് ലേറ്റ് ആയത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. സോ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഫ്രീ പ്രോഡക്റ്റ് ആണ് ഇത്, പ്ലമ്മിൻ്റെ. ഞാൻ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ഞാൻ ഇവരുടെ ട്രീ ടോണർ ഇല്ലേ, ഒരു 3 വർഷം മുന്നേ ഞാൻ കോളേജ് സ്റ്റാർട്ടിങ്ങിൽ BE സ്റ്റാർട്ടിങ്ങിലാണ് കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ട്രീ ടോണർ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ എനിക്കത് ഉപയോഗിച്ചിട്ട് ഒട്ടും ഇഷ്ടമായില്ല. അവരുടെ എന്തോ ഒരു പെർഫ്യൂം ഉണ്ട്, ഭയങ്കര മണമായിരുന്നു. എനിക്ക് മണമുള്ള സാധനങ്ങൾ യൂഷ്വലി ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്മെൽലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഇപ്രാവശ്യം അവരുടെ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഫ്രീ സാമ്പിൾ ഉണ്ട്. അപ്പോൾ ഈ സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വലിയ പ്രോഡക്റ്റ് വാങ്ങാമല്ലോ, വലിയ സൈസിൽ വാങ്ങാമല്ലോ. അല്ലാണ്ട് വെറുതെ അത് കളയണേലും ഭേദമല്ലേ ഫ്രീ സൈസ് അല്ല ഫുൾ സൈസ് വാങ്ങിച്ചിട്ട് കളയുന്നതിൽ മേഡം ഇതേപോലെ സാമ്പിൾസ് കിട്ടുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വലുതായിട്ട് വാങ്ങാമല്ലോ. ഇതവരുടെ സ്റ്റേ സ്ട്രോങ് ആൻഡ് ഷൈനി ഹെയർ മിനി ട്രാവൽ പാക്ക് ആണ്. അപ്പോൾ ഇതൊരു ഹെയറിൻ്റെ കോംബോ ആണ്. ഇത് തുറന്നു നോക്കാം കേട്ടോ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന്. ഇതിനുള്ളിൽ ഇങ്ങനെയാണുള്ളത്. ഇതിലൊരു ഷാംപൂ ഉണ്ട്, കോക്കനട്ട് മിൽക്ക് ആൻഡ് പെപ്റ്റൈഡ്സ് സ്ട്രെങ്ത് ആൻഡ് ഷൈനി ഷാംപൂ ആണിത്. ആൻഡ് അതർ വൺ ഇസ് ഒരു ഹെയർ സീറം ആണ്, കോക്കനട്ട് ആൻഡ് സ്ക്വലൻ ന്യൂട്രി ഷൈൻ ഹെയർ സീറം ആണ്. ഞാൻ ഹെയറിൽ അങ്ങനെ സീറംസ് ഒന്നും അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സീറം ഏതാണെന്ന് അറിയാം, സ്ട്രീക്സിൻ്റെ സീറം ഉപയോഗിച്ചിട്ടുണ്ട്. അത് അനിയം വാങ്ങിച്ചപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ലിവോണിൻ്റെ ഒരു സീറം ഇല്ലേ, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളത്, അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സീറം ഉപയോഗിച്ചിട്ട് എനിക്ക് അങ്ങനെ ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ടില്ല എൻ്റെ ഹെയറിൽ. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ സിറം ഉപയോഗിച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കൺട്രോൾസ് ഫ്രിസ് സ്മൂത്ത്നെസ് ആൻഡ് ആഡ്സ് ഗ്ലോസി ഷൈൻ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു പാക്കേജ് തന്നിട്ടുണ്ട്. ഇതെനിക്ക് ഫ്രീ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്രിൻറ്റഡ് പ്രൈസ് സിറമിന് 200 ഷാംപൂവിന് 100 rupees എഴുതിയേക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് കെ ബ്യൂട്ടിയുടെ HD സെറ്റിംഗ് ലൂസ് പൗഡർ ആണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കോമ്പാക്ട് പൗഡർ വന്നിട്ട് ലാക്മിയുടെ 9 to 5 റേഞ്ചിലുള്ള കോമ്പാക്ട് പൗഡർ ഇല്ലേ, അത് എൻ്റെ ഏകദേശം ഒരു 1 year ആയി. ഞാൻ ഈ ഡിസംബർ ടൈമിൽ തന്നെ വാങ്ങിച്ചതാണ്. പക്ഷെ അത് നിലത്ത് വീണ് പൊട്ടി. പിന്നെ അത് തീരാറുമായി. ഞാൻ ഹാക്കൊക്കെ ഉപയോഗിച്ച് അത് തിരിച്ചു വെച്ചാലും ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് ഒന്ന് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും പൊടിഞ്ഞു പോകാം. അപ്പം വീണ്ടും നമ്മളത് ശരിയാക്കണം. ഞാൻ വിചാരിച്ചു it's the right time to invest on another setting powder or loose powder. അപ്പം ഞാൻ കെ ബ്യൂട്ടിയുടെ തന്നെ അങ്ങോട്ട് വാങ്ങിച്ചു. ഇതെനിക്ക് നല്ലൊരു പ്രൈസിന് നല്ലൊരു ഡീലിനാണ് കിട്ടിയത്. ഇത് അവക്കാഡോ പ്ലസ് മാംഗോ ബട്ടർ എൻറിച്ച്ഡ് ആണ്. ഷെയ്ഡ് വന്നിട്ട് പെക്കൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, PECAN എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതെനിക്ക് ഇച്ചിരി ഡാർക്ക് ആവുമോ എന്നറിയില്ല. പാക്കേജിങ് ഒക്കെ നല്ല കിടിലം പാക്കേജിങ് ആണ്. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇത് ഉലിക്കണം തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് ഉലിക്കണില്ല, ട്രാവൽ ചെയ്യുമ്പോൾ ഉലിക്കാലോ.
ഇങ്ങനെ ഒരു പാക്കേജിങ് ആണ്. ഇത് ഒലിക്കണം നമ്മൾ. ഞാനിപ്പോൾ ഇത് പൊട്ടിക്കുന്നില്ല, എനിക്ക് ആവശ്യം വരുമ്പോൾ പൊട്ടിക്കാം. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഞാൻ കുറേ റിവ്യൂ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പ്രൈസൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എത്ര പ്രൈസിനാണ് വാങ്ങിച്ചതെന്നൊന്നും. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വന്നിട്ട് 850 റുപ്പീസാണ്, 849 ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്രൈസ് ഞാൻ അടിയിൽ ഒന്നിലേക്ക് മെൻഷൻ ചെയ്യാം. എന്താ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഫോക്സ്റ്റെയിലിൻ്റെ നറിഷിംഗ് മോയ്സ്ചർ ആണ്. ഇത് സൂത്ത്സ് ആൻഡ് ഹൈഡ്രേറ്റ് സ്കിൻ, റിവൈവ്സ് ഡൾ സ്കിൻ, നയസിനമൈഡ് പ്ലസ് കൊക്കും ബട്ടർ ആണ് ഇതിലുള്ളത്. ഇത് ഞാൻ ബ്ലഷ് വിത്ത് ആഷിൽ ഐഷു ചേച്ചിയില്ലേ, ഐഷു ചേച്ചിയുടെ എന്താ നൈക്ക പ്രോഡക്ട്സ് റെക്കമെൻഡേഷൻ വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതൊരു മോയ്സ്ചറൈസർ ആണ്. ഞാനിപ്പോൾ ഒരു ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ ഉപയോഗിക്കണം, അത് ഓൾമോസ്റ്റ് തീരാറായി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ചേച്ചി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഫോക്സ്റ്റെയിലിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് റിവ്യൂ ഞാൻ ഷോർട്സിൽ ഇടാം കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ലാവൻഡർ പേർപ്പിൾ കളറിലുള്ള ഒരു പാക്കേജിങ് ആണ്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഇതൊരു 50 ml പാക്കേജ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് 249 പ്രൈസാണ്. അഫോർഡബിൾ ആണ്, നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതിൻ്റെ ഇനി എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ വലിയ ജമണ്ടൻ പെട്ടിയിലോട്ട് കടക്കാം. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ലാക്മിയുടെ 9 to 5 ഫാഷൻ ഇൻസ്റ്റ കളക്ഷൻ ഐക്കോണിക് ഐലൈനർ ഇൻസ്റ്റന്റ് ബ്ലാക്ക് ഷെയ്ഡിലുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ആ മെബലിൻ്റെ യെല്ലോ കളർ ആ റേഞ്ചിലുള്ളതില്ലേ, കൊളോസൽ റേഞ്ചിലുള്ളതാണെന്ന് തോന്നുന്നു. ആ ഒരു റേഞ്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ തന്നെ ഐലൈനർ, അതിൻ്റെ തന്നെ മസ്കാര ആൻഡ് ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്. അത് ഒരുപാട് വർഷമായി അതന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ബോറടിച്ച് ഉപയോഗിച്ചിട്ട്, പിന്നല്ല പണ്ടത്തെ പോലത്തെ ആ ഒരു ക്വാളിറ്റി എനിക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നില്ല. ഒട്ടും ബ്ലാക്ക് അല്ല. പിന്നെ എനിക്ക് ഐലൈനർ കാജലാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് സ്മഡ്ജ് ചെയ്യുന്നു എൻ്റെ കണ്ണിൽ എഴുതുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ബ്രാൻഡ്സിൻ്റെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് തന്നെ ലാക്മിയുടെ ഈ ഒരു ഐലൈനർ ആണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനും നല്ല അത്യാവശ്യം റിവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രിന്റഡ് പ്രൈസ് വന്നിട്ട് 300 ആണ്. ഈ പ്രൈസ് നിങ്ങൾ നോക്കണ്ട കേട്ടോ. കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ഈ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങേണ്ടി വരും. പക്ഷെ ഓൺലൈനിൽ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് അതിലൊക്കെ നിങ്ങൾക്ക് അടിപൊളി നല്ല ഡീലിന് വാങ്ങിക്കാൻ പറ്റും. ഇതേപോലെ ഫെസ്റ്റീവ് സീസണിലുള്ള ഓഫേഴ്സിനൊക്കെ ഇത് നിങ്ങൾ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ട് ഇതേപോലെ ഓഫേഴ്സ് വരുമ്പോൾ ഇതിൻ്റെ ഒരു മേ ബി നിങ്ങൾക്ക് ഒരു 150 ഒരു 200 റേഞ്ചിന് കിട്ടും. അപ്പോൾ 100 റുപ്പീസ് ഇതിന് കുറഞ്ഞു കിട്ടും. പൊട്ടിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വോണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാട്ടോ, നല്ലൊരു ക്ലാസിക് പാക്കേജ് ആണ്. വോണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. വോണ്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ഒട്ടും പ്രിസൈസ് അല്ല, നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക്. കളർ ഓക്കെ ആണ്. ഉണങ്ങി കഴിഞ്ഞിട്ട് സ്മഡ്ജ് ചെയ്യണ്ടോന്ന് നോക്കാം കേട്ടോ. ഐ എം നോട്ട് 100% ഷുവർ അബൌട്ട് ദിസ് പ്രോഡക്റ്റ്. ആ ആപ്ലിക്കേറ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ഡിസപ്പോയിൻമെൻറ്റ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ, റൈറ്റ്? ഞാൻ എഴുതിയിട്ട് നോക്കിയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. പിന്നെ ഉള്ളതാണ് ഇത് ഫോക്സ്റ്റെയിലിൻ്റെ. ഞാൻ കുറേ നാളായി എനിക്കിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെ ആഡ് വരും, ഈ പേർപ്പിൾ മാസ്കിൻ്റെ ഒരു ആഡ്. അപ്പോൾ അതിൽ കണ്ടിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഞാൻ കുറേ നാളായി വാങ്ങണമെന്ന് വിചാരിച്ചൊരു സാധനമാണ് ഇത്. ഫോക്സ്റ്റെയിലിൻ്റെ ദ സ്റ്റണ്ണർ സ്കിൻ റേഡിയൻസ് മാസ്ക് ആണ്. ക്ലെൻസ്, പോസ് ആൻഡ് റെഡ്യൂസ് ബ്ലാക്ക് ഹെഡ്സ്, ഇംപ്രൂവ് സ്കിൻ ക്ലാരിറ്റി ആൻഡ് ടോൺ. ഫോക്സ്റ്റെയിലിൽ നല്ല റിവ്യൂ ഉള്ള ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്. ഇതിൽ ബ്രസീലിയൻ പേർപ്പിൾ ക്ലേ ഉണ്ട്, കാലോൺ ക്ലേ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് പ്രൈസ് ഇസ് 545, ബട്ട് ഐ ഗെസ് എനിക്കും ഇത് നല്ലൊരു പ്രൈസിനാണ് കിട്ടിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് ഓപ്പൺ ആൻഡ് സ്മെൽ ഇറ്റ് ഫസ്റ്റ്. ഇതിലിങ്ങനെ ഒരു സ്പാച്ചില തന്നിട്ടുണ്ട് കേട്ടോ ആപ്ലിക്കേറ്റർ ആയിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഇതാണുള്ളത്. വാവ്, ഇങ്ങനെ കണ്ടോ, നല്ല പേർപ്പിൾ കളർ അല്ലേ, നല്ല രസമുണ്ട്.
എടാ ഇത് പറ്റിക്കൽസ്. ഞാൻ വലിയ പാത്രം കണ്ടപ്പോൾ വിചാരിച്ചു ഇത് മൊത്തം പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഉള്ളിൽ കണ്ടോ ചെറിയ ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ള പാത്ര. ഇതിന്റെ റിവ്യൂ ഞാൻ എന്തായാലും ഷോർട്സിൽ ഇടാം. ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിട്ട് വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ്ടിരിക്കും. നെക്സ്റ്റ് ഇത് എനിക്ക് പ്ലമ്മിന്ന് തന്നെ ഫ്രീ കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ്, ഫ്രീബി ആണ്. ഇത് പ്ലമ്മിന്റെ ബോഡി ലോവൻ എന്ന് പറഞ്ഞിട്ട് ഓസോ വാനില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയോ പാക്ക് ആണ്. ഇതിൽ ബോഡി വാഷ് ഉണ്ട്, ബോഡി ലോഷൻ ഉണ്ട് ആൻഡ് പെർഫ്യൂം ഉണ്ട്. ഞാനേ എഗെയിൻ ഇത് ബ്ലഷ് വിത്ത് ആഷില് ഐഷു ചേച്ചി ആണോ അത് വേറെ ആരോ ആണോ എന്നറിയില്ല. ഇവരുടെ ഈ പെർഫ്യൂമിന്, വാനിലയുടെ പെർഫ്യൂമിന് ഭയങ്കരമായിട്ട് ഐഷു ചേച്ചിക്ക് വാനിലയുടെ ഫ്ലേവേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചേച്ചി യൂസ് ചെയ്തിട്ടാണോ അത് വേറെ ആരോ ആണെന്ന് അറിയില്ല. ഇതിന്റെ പെർഫ്യൂം അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് അങ്ങനെ പെർഫ്യൂംസിൽ എനിക്ക് അത്ര കുറച്ച് സ്പെസിഫിക് ആണ്. എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലൊന്നും പിടിക്കാറില്ല. എനിക്ക് കൂടുതലും ഈ ഫ്ലോറൽ സ്മെല്ലൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു സാമ്പിൾ പാക്ക് കിട്ടിയപ്പോൾ എനിക്കിത് ട്രൈ ചെയ്യാമല്ലോ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം ഇത് അവരുടെ ബോഡി ലോഷനാണ്, വാനിലയുടെ. മണക്കാട്ടെ എങ്ങനെയാണ്. കുറച്ചെടുക്കുന്നുള്ളൂ. ഐ വാണ്ട് സേവ്. ഇഫ് ഇറ്റ് ഇസ് ഗുഡ് ഐ വാണ്ട് സേവ്, റൈറ്റ്? മോയ്സ്ചറൈസർ ആണ് ഫസ്റ്റ് ട്രൈ ചെയ്യുന്നത്. നല്ല മണം. ഹായ്, എനിക്കിഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല മണം. ബോഡി ലോഷൻ കൊള്ളാട്ടോ, നന്നായിട്ട് മോയ്സ്ചറൈസും ചെയ്യുന്നുണ്ട്. ഹായ്, നല്ല മണം, എനിക്കിഷ്ടമായി. ഇനി ഇവരുടെ ബോഡി അതർ പ്രോഡക്ട്സ് ഇതാണ് സ്പ്രേ. ഓ ലുക്ക് ഹൗ ക്യൂട്ട് ഇസ് ദിസ്. ഇത് നമ്മുടെ ട്രാവൽ ബാഗോ അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ബാഗിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈസാണിത്. പെർഫ്യൂം ട്രൈ ചെയ്യാം നമുക്ക്. പെർഫ്യൂം കൊള്ളത്തില്ല. വാനിലയുടെ ഫ്ലേവറേ ഇല്ല. വാനില അല്ലേ? ആ സ്മോക്കിൻ വാനില. പെർഫ്യൂം കൊള്ളില്ല. പെർഫ്യൂം എനിക്ക് ഇഷ്ടമായില്ലേ. ബോഡി ലോഷൻ ഞാൻ ഇടുന്നില്ല. മണപ്പിച്ചേക്കാം. ഇതിന് മണമൊന്നും കിട്ടണില്ല. ചിലപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മണം ഉണ്ടാവും എനിക്ക്. പക്ഷെ അവരുടെ ബോഡി ലോഷൻ ഇഷ്ടമായിട്ടോ. അടുത്ത ബോഡി ലോഷൻ അവരുടെ വാങ്ങും. അപ്പൊ ഇതാണ് അടുത്ത ഒരു ഫ്രീബി. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരുടെ മെബലിൻ്റെ മസ്കാരാസ് ആണ് യൂസ് ചെയ്യുന്നത് കുറേ വർഷങ്ങളായിട്ട്. അപ്പൊ ഞാൻ അവരുടെ മെബലിൻ്റെ തന്നെ ഇതും നല്ലൊരു ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി മസ്കാരയാണ്. ഇഷ്ടം പോലെ നല്ല റിവ്യൂസ് ഉള്ളതാണ് ഇവർക്ക്. ലെൻസ് സെൻസേഷണൽ സ്കൈ ഹൈ മസ്കാര, വാട്ടർ പ്രൂഫ് ആണ്. ഇത് ലിമിറ്റ്ലെസ് ലെങ്ത് ഫുൾ വോളിയം ഉള്ളതാണ്. ഇത് വെരി ബ്ലാക്ക് ഷെയ്ഡിൽ ഉള്ളതാണ് കേട്ടോ. ആ പിങ്ക് ഇതിന്റെ തന്നെ ഒരു ബ്ലാക്ക് പാക്കേജ് ഉള്ള മസ്കാര ഉണ്ട് ഈ സെയിം ഇതിൽ തന്നെ. അതിൽ ഞാൻ പിങ്ക് കളർ ഉള്ളതാട്ടോ വാങ്ങിച്ചത്. ഇവിടെ പ്രൈസ് 800 ആണ്, പക്ഷെ 600 ആണ് ഇവിടെ MRP എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര ഹൈപ്പുള്ള ഇതാണ്. മറ്റത് കുറച്ച് അഫോർഡബിൾ റേഞ്ച് ആണ്. ഇത് കുറച്ച് ഹൈ എൻഡ് അവരുടെ തന്നെ ഉള്ള ഒരു റേഞ്ച് ആണ്. ഇത് ഈ 600 അല്ല, അതിനേലും എനിക്ക് കാശ് കുറവായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ. അഫ്കോഴ്സ് സെയിലിൻ്റെ സമയത്ത് എന്തായാലും ഓഫർ പ്രൈസ് ആയിരിക്കുമല്ലോ. ഇനി ഞാൻ എടുത്തെടുത്ത് പറയണ്ടല്ലോ അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. കണ്ടോ, നല്ലൊരു പിങ്ക് പാക്കേജിങ് അല്ലേ. യെസ്, ഇനി ഇത് തുറന്ന് നോക്കട്ടെ. ഐ എം റിയലി എക്സൈറ്റഡ്. വാവ്, വോണ്ട് കണ്ടോ? ഇങ്ങനത്തെ ഒരു വോണ്ട് കാണുന്നുണ്ടോ? നല്ലൊരു തിന്നായിട്ടുള്ള അധികം റിസൾട്ട്സ് ഒന്നും ഇല്ലാത്ത വോണ്ടാണ്. ഞാനിപ്പോൾ ഓൾറെഡി മസ്കാര ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇട്ടാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇതെങ്ങനെയുണ്ടെന്ന് ഷോർട്സിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോയിലോ എല്ലാം എന്തെങ്കിലും മേക്കപ്പ് വീഡിയോസിലൊക്കെ പറയാം കേട്ടോ. ഇത് വോണ്ട് മറ്റേ മെബലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രിസിൽസ് ഉണ്ട് ഇടാനായിട്ടേ. ഇത് ഒട്ടും ബ്രിസിൽസ് ഇല്ല, നല്ല തിന്നായിട്ടുള്ള വോണ്ടാണ്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് വർക്ക്. അപ്പം ഹൈപ്പിനുള്ള അത്രയുള്ള വർത്ത് ആണോ ഇതെന്ന് നമുക്ക് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക് ആണ്. മേക്കപ്പ് ഹോൾ വീഡിയോ ഇസ് ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് എ ലിപ്സ്റ്റിക്, റൈറ്റ്? ഇത് മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഞാൻ കോളേജിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആര്യ. അപ്പോൾ അവള് ലിപ്സ്റ്റിക് ഇതിൻ്റെ തന്നെ മാർസിൻ്റെ തന്നെ ഈ ഒരു റേഞ്ചിൽ 3 കളർ കൊണ്ടുവന്നു. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് പ്രൈസിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് മാർസിൻ്റെ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് സൂപ്പർ സ്റ്റേ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നമ്പർ 3 ഷെയ്ഡാണ്.
സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. അപ്പോൾ നമുക്കിത് ഞാൻ നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ എനിക്ക് അപ്പിട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. അവളും ഡെയിലി ഇത് തന്നെ ഇട്ടിട്ട് വരിക, മാറി മാറി ഇട്ടിട്ട് വരും. അപ്പോൾ അവളും ഫുഡൊക്കെ കഴിച്ചാലും അത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് പോലത്തെ, പെൻ ലിപ്സ്റ്റിക് എന്നൊക്കെ പറയാം അല്ലേ. ഇങ്ങനെ സ്റ്റിക്കാണ്, ലിപ്സ്റ്റിക് സ്റ്റിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു വൈറ്റ് പാർട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ലിപ്സ്റ്റിക് മുഖത്തേക്ക് വരും കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള ഷെയ്ഡാണ്, നല്ല പിഗ്മെന്റഡും ആണ്. നല്ല ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. സൂപ്പർ സ്റ്റേ എന്നാണ് പറയുന്നത്. ഇതിൽ ലിപ്പിൽ ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയർ ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അടുത്തത് എഗെയിൻ ഒരു കെ ബ്യൂട്ടിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കെ ബ്യൂട്ടിയുടെ കാജലാണ്. മെബലിൻ്റെ കാജലേയും പണ്ടത്തെ അത്ര കളറില്ല. അപ്പം എനിക്ക് ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ലൊരു ബ്ലാക്ക് കാജൽ വേണം. അറ്റ് ദ സെയിം ടൈം സ്മഡ്ജ് ചെയ്യാൻ പാടില്ല. എനിക്ക് ആ മെബലിൻ്റെ കാജൽ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് സ്മഡ്ജ് ചെയ്യണം. പണ്ടത്തെ ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നു. അപ്പം ഞാൻ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇത് നല്ല അടിപൊളി പെൻസിലാണ് പറഞ്ഞു. എഗെയിൻ നമ്മുടെ അസ്വി മലയാളത്തിൽ അസ്വി ചേച്ചി പറഞ്ഞിട്ട് അത് ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയണ്ടായിരുന്നു അടിപൊളിയാണെന്ന്. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കെ ബ്യൂട്ടി കോൾ സ്റ്റാർ 24 hour കാജലാണ്. സ്പീഡാണ് കേട്ടോ ഷെയ്ഡ്. വോട്ടെവർ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. നല്ലൊരു തിന്നായിട്ടുള്ളൊരു ഇതാണ്, തിന്നായിട്ടുള്ളൊരു പെൻസിലാണ്. കളറ് നല്ല ബ്ലാക്കാട്ടോ, നല്ല രസമുണ്ട്, നല്ല ബ്ലാക്കാ. ഇത് നമുക്ക് സ്മഡ്ജ് ചെയ്യണമെന്ന് സെറ്റിൽ ആവട്ടെ കേട്ടോ, എന്നിട്ട് സ്മഡ്ജ് ചെയ്യാൻ നോക്കാം. നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്ത ഐലൈനർ സ്മഡ്ജ് ചെയ്യണ്ടോ നോക്കാം. ഇല്ല കേട്ടോ, ഐലൈനർ സ്മഡ്ജ് ചെയ്യണമെങ്കിൽ നല്ല ഇൻറ്റൻസ് ബ്ലാക്ക് ആയിട്ട് തന്നെ ഉണ്ട്. കാജൽ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പർച്ചേസ്. എനിക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്തപ്പോൾ നൈക്കിന്ന് ഫ്രീ കിട്ടിയ ഒരു ഫ്രീബി ആണിത്. ഇത് ബോഡി ലോഷനാണ്. ടോക്ക് ഓൾ നൈറ്റ് എന്നുള്ള ലവ് സ്ട്രക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിലുള്ളതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പക്ഷെ ഞാൻ നൈക്കിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചില്ല, പക്ഷെ നൈക്കിന്ന് എനിക്ക് ഫ്രീ കിട്ടി. ഞാൻ നൈക്കിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചില്ല ഇൻ ദ സെൻസ് നൈക്കിയുടെ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിച്ചില്ല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതൊക്കെ നൈക്കിന്ന് വാങ്ങിച്ചതാ. ഇതിപ്പോൾ എവിടെ ഇടാം? ഒരു ഷെയ്ഡ് അല്ലേ, പേസ്റ്റൽ ഗ്രീനോ ബ്ലൂവോ പൗഡർ ബ്ലൂവോ അങ്ങനൊരു ഷെയ്ഡ്. കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ആ മറ്റേ പ്ലമ്മിൻ്റെ തന്നെ ഇഷ്ടമായി. ഇതിനത്ര മണമല്ല. പ്ലമ്മിൻ്റെ ഇപ്പോഴും നല്ല മണം, അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. ഞാൻ എന്തെങ്കിലും വാങ്ങും. അടുത്ത ഹോൾ വീഡിയോയിൽ നിങ്ങൾ ആ ലോഷൻ എന്തായാലും കാണും, നോക്കിക്കോ. നെക്സ്റ്റ് എഗെയിൻ ഐ എം എക്സൈറ്റഡ് അബൌട്ട്, ഞാൻ പറഞ്ഞില്ലേ പ്ലമ്മിൻ്റെ ഞാൻ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങാറില്ലാന്ന്. പക്ഷെ എനിക്ക് അവരുടെ നയാസിനമൈഡിന് നല്ലൊരു റിവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ യൂഷ്വലി സീറംസ് ഒക്കെ ഡെർമാക്കോടെ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അത് വോട്ടെവർ സി ആയിക്കോട്ടെ, AHA BHA ആയിക്കോട്ടെ, അല്ലെങ്കിൽ നയസിനമൈഡ് ഞാൻ അവരുടെ ആദ്യം ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ സാലിസിലിക് ആസിഡ് ആണ് ഇപ്പം എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ആഡ് ചെയ്തേക്കുന്നത്. അത് തീർന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വൈറ്റമിൻ സി ആഡ് ചെയ്തത്. ഇപ്പം അത് തീർന്ന് ഞാനിപ്പോൾ നയസിനമൈഡ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ പ്ലമ്മിൻ്റെ നല്ല റിവ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് 10% നയസിനമൈഡ് സിറമാണ്. ഇത് ക്ലാരിറ്റി ബൂസ്റ്റ് തരും, ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 30 ml ആണ് കേട്ടോ വാങ്ങിച്ചത്. ആസ് യൂഷ്വൽ നമ്മുടെ ഇതൊക്കെ വരുന്ന പോലെ തന്നെ, സിറംസ് ഒക്കെ വരുന്ന പോലെ ഒരു ഡ്രോപ്പ് പാക്കേജിങ് ആണ്. ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് ഉപയോഗിച്ചിട്ട് പറയാം. ഇതിൻ്റെ പ്രിന്റഡ് പ്രൈസ് വന്നിട്ട് 649 rupees ആണ്. പ്രൈസിനുള്ളതുണ്ടോ എന്ന് നമുക്ക് നോക്കാം ട്രൈ ചെയ്തിട്ട്. അപ്പം ഞാൻ പറയാം അപ്പം എങ്ങനെയുണ്ടെന്ന്. നെക്സ്റ്റ് വന്നിട്ട് ഫോക്സ്റ്റൈലിൻ്റെ അത്രയും ഞാൻ ഫോക്സ്റ്റൈലിൻ്റെ 2 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ആ മാസ്കും പിന്നെ എന്താണ് ആ മോയ്സ്ചറൈസറും. അപ്പം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഫോക്സ്റ്റൈലിൻ്റെ ഒരു സൺസ്ക്രീൻ. അതും ഒരു ഫുൾ
പാക്ക് സൺസ്ക്രീൻ. ഞാൻ കുറേ ഒരു 3 പാക്കേജോളം ഡെർമാക്കോയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൾട്രാമാറ്റ് സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ എനിക്ക് യൂസ് ചെയ്ത് ബോറടിച്ചു. അപ്പം ഞാൻ വേറെ സൺസ്ക്രീൻ നമ്മൾ അത് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ മാത്രം സ്കിൻ നമ്മുടെ അഡാപ്റ്റ് ആവും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ മാറ്റി ഉപയോഗിച്ച് ട്രൈ ആൻഡ് എറർ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ കിട്ടിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഫോക്സ്ടെയിലൊരു ഫ്രീ അത് ഫുൾ സൈസ് സൺസ്ക്രീൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ ഇത് ഫോക്സ്ടെയിലിൻ്റെ ഗോൾഡൻ ആർ ഗ്ലോ സൺസ്ക്രീൻ ആണ്. SPF 50 PA+++ ഉണ്ട്. പ്രിവെൻറ്റ്സ് ടാൻ ആൻഡ് ബൂസ്റ്റ് ഗ്ലോ, വൈറ്റമിൻ C പ്ലസ് നയസിനമൈഡ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 349 റുപ്പീസാണ്. അതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഐ എം സോ ഹാപ്പി. നമുക്ക് യൂഷ്വലി ഫ്രീ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ. ഇത് ഞാൻ കാർട്ടിക്ക് എടുത്തിട്ടേക്കായിരുന്നു കേട്ടോ. പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ കാർട്ടിക്ക് ആഡ് ചെയ്തിട്ടിട്ട് നമ്മൾ സെയിൽ ഓരോ പ്രോഡക്ട്സിനും കൂടിയും കുറഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാട്ടി നോക്കിയപ്പോൾ 5 ഫ്രീ കിട്ടി. 5 ഫ്രീ ബീസ് കിടക്കും. അപ്പം ഞാൻ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. എനിക്ക് ഫ്രീ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. യൂഷ്വലി മലയാളികളൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത്. നമുക്ക് എന്തെങ്കിലും ഫ്രീ കിട്ടി കഴിഞ്ഞാൽ, മലയാളികൾ മാത്രമല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വി വിൽ ബി സോ ഹാപ്പി, റൈറ്റ്? അങ്ങനെ ഇത് കിട്ടിയപ്പോഴാണ് ഐ എം സോ ഹാപ്പി. കാരണം ഒരു ഫുൾ സൈസ് പ്രോഡക്റ്റ് യൂഷ്വലി ഫ്രീയിൽ കിട്ടാറില്ലല്ലോ. ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. സോ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റീസ്റ്റോക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് ഡെർമാക്കോയുടെ 1% സാലിസിലിക് ആസിഡ് ജെൽ ഫേസ് വാഷ് ആണ്. ഇത് ഫോർ സാലിസിലിക് ആസിഡ് വിച്ച് ഹാസൽ വില്ലോ ബാർക്ക് ഡേയും നൈറ്റും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കറന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ലൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള അടിപൊളി സൺസ്ക്രീൻ ആണ്. നമുക്ക് സ്കിൻ കെയറിൽ അവരെ തോൽപ്പിക്കാനായിട്ടില്ല. അടിപൊളി പ്രോഡക്ട്സ് ആണ്. അപ്പം ഞാൻ അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ്. നിങ്ങൾക്കറിയാലോ, എനിക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അത് 3-4 ബോട്ടിൽസ് ഉപയോഗിച്ചാലേ എനിക്കത് ബോറടിക്കുള്ളൂ. അപ്പോൾ ദിസ് ഈസ് മൈ സെക്കൻഡ് ബോട്ടിൽ. അപ്പോൾ ഞാനിത് റീസ്റ്റോക്ക് ചെയ്തതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 300 ആണ്. ഡെർമാക്കോയുടെ തന്നെ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത വേറൊരു ഇതാണ്, സീറമാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 2% സാലിസിലിക് ആസിഡ് ഫേസ് സിറമാണ്. അപ്പം ഇതാണ്. എഗെയിൻ ഇത് 30 ml സാധാരണ നമ്മുടെ സിറമൊക്കെ വരില്ലേ, ആ ഒരു പാക്കേജിങ് തന്നെയാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ആണ്. ഇതും ഞാൻ സ്റ്റോക്ക് ചെയ്തതാട്ടോ. ഡെർമാക്കോയുടെ ഒരു സൺസ്ക്രീൻ ആണ്. ഞാൻ അൾട്രാമാറ്റ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തത്. ഇത് അവരുടെ വൺ ഓഫ് ദി സ്റ്റാർട്ടിങ് തൊട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ്. നല്ല കറന്റ്ലി സെല്ലിംഗ് ആയിട്ടുള്ളൊരു നല്ല അടിപൊളിയായിട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 1% ഹൈറലോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ ഫോർ ബ്രോഡ് സ്പെക്ട്രം പ്ലസ് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ആണ്. ഇത് SPF 50 PA+++ ഒക്കെ ഉണ്ട്. ഹൈറലോണിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. ഇത് വന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങാണ്, ബോട്ടിൽ പോലത്തെ പാക്കേജിങ്ങാണ്. ഇത് നല്ല അടിപൊളി ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ലൈറ്റ് ആണ്, എല്ലാ ബാഗിലും നമുക്ക് കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പം ഇതും ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ ഓയിലി സ്കിന്നിൽ എങ്ങനെയുണ്ടെന്ന് പറയാം. ഇത് വന്നിട്ട് ഈ 2 എണ്ണമാണ്. ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ദിസ്. ഞാൻ എൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ വന്നിട്ട് ഡവിൻ്റെ ഷാംപൂ ആൻഡ് കണ്ടീഷണറാണ്. ഞാൻ കൊല്ലങ്ങളായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നല്ല ഷാംപൂ ആൻഡ് കണ്ടീഷണർ നോക്കിയപ്പോൾ ഇവരുടെ ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ സൺസ്ക്രീൻ പിന്നെ ഇവരുടെ ഹെയർ മാസ്ക് ഒക്കെ നല്ല അടിപൊളിയാണെന്നുള്ള റിവ്യൂസ് കണ്ട് ഞാൻ 1 കൊല്ലത്തോളം ഞാനിത് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്കിത് വാങ്ങാനായിട്ട് പറ്റിയത്. ഇവരുടെ ഈ ഒരു സീൽ ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. സീൽഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞിട്ടൊരു നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ആർഗൻ ഓയിൽ ആൻഡ് ലാവൻഡർ റേഞ്ചിലുള്ള ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആണ്. സ്മൂത്ത് ആൻഡ് സ്കെയർ ആൻഡ് സൾഫേറ്റ് ഫ്രീ ഷാംപൂ ആണ്. കാമിങ് ഡെഫിനിഷൻ ഫോർ ഫ്രിസി ഹെയർ ആൻഡ് ആക്ട്സ് ഓഫ് ലവ് ഫോർ അവർ പ്ലാനറ്റ് ആണ്. ഇത് 200 ml പാക്കേജിങ് ആണ്. ഇവരുടെ തന്നെ ഈ ഒരു റേഞ്ചിൽ തന്നെ ഹെയർ മാസ്ക് ഉണ്ട്, അതുകൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് ബെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നല്ല എൻ്റെ ഹെയറിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ എനിക്ക് ഹെയർ മാസ്ക് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഇതിൽ വാങ്ങുമ്പോൾ 3 കൂടിയുള്ള പാക്കേജ് വാങ്ങാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ അടുത്ത പ്രോഡക്റ്റ്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, ഉപയോഗിക്കുമ്പോൾ പൊട്ടിക്കാമല്ലോ. ഇത് ഒരെണ്ണത്തിന് കണ്ടീഷണർ വന്നിട്ട് 400 രൂപയും ഈ സംഭവം എന്താണ്
ഷാമ്പു വന്നിട്ട് 380 റുപ്പീസാണ്. ഇത് ഞാൻ രണ്ടും കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം ഇതിന് എത്രയോ പ്രൈസ് കുറവുണ്ടായിരുന്നു. അത് ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. പിന്നെ എൻ്റെ ഞാൻ ഡെർമാക്കോയുടെ പ്രോഡക്ട്സ് വാങ്ങിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ക്രീമി ഡെയിലി ഫേസ് ക്ലെൻസർ ആണ്. ഇത് 30 ml ഒരു ഇതാണ് കിട്ടിയത് കേട്ടോ. ഇത് എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടെന്ന്, ട്രൈ ചെയ്യാം. ബാഗിൽ എൻ്റെ കോളേജ് ബാഗിൽ ഇടാലോ, അപ്പം എനിക്ക് ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. അപ്പം എനിക്ക് 5 ഫ്രീ കിട്ടി. എന്തൊക്കെയാണെന്ന് കാണിച്ചോട്ടെ. ഇതെന്താണ്, പ്ലമ്മിൻ്റെ ഈ ഒരു ഹെയറിൻ്റെ കോംബോ ഫ്രീ കിട്ടി. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ വേറൊരു സംഭവം ഫ്രീ കിട്ടിയിട്ടില്ല. പ്ലമ്മിൻ്റെ തന്നെ ഈ വാനില ആ റേഞ്ച് ഫ്രീ കിട്ടി. പിന്നെ ഈ നൈക്കയുടെ ഈ സംഭവം ഹാൻഡ് ക്രീം അല്ലേ, ബോഡി ലോഷൻ ഫ്രീ കിട്ടി. പിന്നെ ഈ ഫോക്സ്റ്റെയിലിൻ്റെ സൺസ്ക്രീൻ ഫ്രീ കിട്ടി. പിന്നെ ഈ ഒരു ക്രീമി ഡെയിലി ഡെർമാക്കോയുടെ ഫ്രീ കിട്ടി. ഇത്രയും എനിക്ക് ഫ്രീ കിട്ടിയ പ്രോഡക്ട്സാ. നോട്ട് ദ ലീസ്റ്റ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് കേട്ടോ. പെട്ടി കാലിയായി. ഇത് വന്നിട്ട് എർത്ത് റിതമിൻ്റെ ലിപ് ചീക്ക് ടിൻ്റ് ആണ്. ഈ പ്രോഡക്റ്റ് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് വാങ്ങിച്ചില്ല, ഇപ്പോഴാണ് ഇത് വാങ്ങാനായിട്ടുള്ള ചാൻസ് വന്നത്. ഇത് പൊട്ടിച്ച് നോക്കാം. ഞാൻ കുറച്ചുകൂടി വലിയ പാക്കേജിങ്ങാണ് പ്രതീക്ഷിച്ചത്. ഇതൊരു ചെറിയ സംഭവമാണെന്ന് തോന്നുന്നു. പൊട്ടിക്കാൻ പറ്റണില്ല. ഇതിന് 500 രൂപയുണ്ട് കേട്ടോ ഈ ചെറിയ സാധനത്തിന്. അപ്പോൾ ഇത് ഞാൻ ഏത് ഷെയ്ഡാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ഷെയ്ഡാണ് ഞാൻ വാങ്ങിച്ചത്? ബ്രാൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ ഞാൻ വാങ്ങിച്ചത്. 3 ഷെയ്ഡായിട്ട് ഉണ്ടായിരുന്നു, 3 2 ഷെയ്ഡ് ഉണ്ടായുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ ഞാൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് വാങ്ങിച്ചത്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ബ്ലഷ്, കെ ബ്യൂട്ടിയുടെ ബ്ലഷ് കുറച്ച് ലൈറ്റ് പിങ്ക് ആണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വേണമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഡാർക്കായില്ല. ഇത് ലിപ് ചീക്ക് ടിൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ബ്രാൻഡി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഇതിങ്ങനെ ഒരു ക്യൂടെക്സ് പോലത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. പിഗ്മെൻറ്റേഷൻ നോക്കാം. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ, കണ്ടോ, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഫ്ലഷായിട്ട് ഇടാൻ പറ്റും. കുഴപ്പമില്ല, ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലഷി ലുക്ക് തരുന്ന ഒരു ബ്ലഷ് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇത് കുറച്ചൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ട്. ഐ ഡോണ്ട് നോ, ഫേസിൽ ഓയിലി സ്കിന്നുകാർക്ക് ഇതെങ്ങനെ സ്യൂട്ട് ആവുമെന്ന് അറിയില്ല. നല്ലൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. ഇത് ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ട് പറയാം, കാരണം ഞാൻ ഇപ്പോൾ ഓൾറെഡി ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ബേർ സ്കിന്നിൽ ഇട്ടാലേ നമുക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇത് ലിപ്പ് ആൻഡ് ചിക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇതെങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ്. ഇതോടുകൂടി ഹോൾ വീഡിയോ കംപ്ലീറ്റ് ആയി. കാജൽ സ്വാച്ച് ചെയ്ത് സ്മഡ്ജ് ചെയ്യണ്ടോ നോക്കിയില്ല അല്ലേ? സ്മഡ്ജ് ചെയ്യണില്ല കേട്ടോ, നല്ല അടിപൊളി കാജല. സ്മഡ്ജ് ചെയ്യണില്ല. ഗുഡ് ഐ എം റിയലി ഹാപ്പി. എക്സൈറ്റഡ് ആയിട്ടുള്ളത് ട്രൈ ചെയ്യാനായിട്ട്. ഈ ഫോക്സ്റ്റെയിലിൽ ഇത് എക്സൈറ്റഡ് ആണ്, റിയലി എക്സൈറ്റഡ്. ഞാൻ ഇന്ന് തന്നെ ട്രൈ ചെയ്യും. പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് നോക്കണം. പിന്നെ ട്രൈ ചെയ്യാനായിട്ട് എക്സൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്പ് ആൻഡ് ചിക്ക് ടിൻ്റ് ആണ്. അപ്പം ഇത് 3 ആണ് ഞാൻ ട്രൈ ചെയ്യാനായിട്ട് എക്സൈറ്റഡ്. അപ്പം ഇതിലേതെങ്കിലും പ്രോഡക്റ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ നല്ല ഹാപ്പി ആയിരിക്കും ആ കമൻറ്റ്സ് ഒക്കെ വായിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ.